മാസ്റ്റർ മെഹർ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിലെ വീഡിയോകളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റം പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ വീടിനടുത്തുള്ള പെലവാണിഭം കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ്. അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ച വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ് ഇത്. മൾട്ടിപർപ്പസ് മിനി ഡ്രോ ആണ് ഈ ഒരു ഐറ്റം. 5 വ്യത്യസ്ത കളേഴ്സിലാണ് ഇതിൻ്റെ ഡ്രോ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ വലിയ ഓർഗനൈസർ മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാൻ മേടിച്ചിട്ടുള്ളത് വളരെ ചെറുതാണെങ്കിലും വളരെ ഉപകാരമുള്ളൊരു ഐറ്റം. ഇതാണ് മോളുടെ റൂം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർഗനൈസർ മേടിച്ചത് തന്നെ. പഴയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റി ഇവിടെയാണ് ഓർഗനൈസർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, പിന്നെ പഴയ ഒരു സ്റ്റഡി ടേബിളൊക്കെ എടുത്ത് കൊടുന്ന് വെച്ച് അതിനൊരു വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്തു കേട്ടോ. ഇത് മെഹദീന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്റ്റഡി ടേബിളാണ് കേട്ടോ. അവരതേ പഠിച്ച് ഇപ്പോൾ വലിയ കുട്ടികളായി, വലിയ ക്ലാസ്സിലൊക്കെ 5ാം ക്ലാസ്സിലായി മെഹദ്. അപ്പോൾ അന്നത്തെ കുറേ വരയും കുറിയൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. എന്നാലും അതിൻ്റെ പൊടിയൊക്കെ തട്ടി നമ്മൾ വൃത്തിയാക്കി വേറെ നല്ലൊരു വിരിപ്പ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വിരിച്ചു. പിന്നെ നമ്മുടെ മിനി പർപ്പസ് ഡ്രോ ഓർഗനൈസർ ദേ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ആക്സസറീസും മേക്കപ്പ് സെറ്റൊക്കെ അറേഞ്ച് ചെയ്യാം. ഇത് മോളുടെ സാധനങ്ങളൊക്കെ വെക്കണ അലമാരിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് 2 ബാഗാണ്. ഈ ഒരു ബാഗ് എന്ന് വെച്ചാൽ റിഫാന് ഈ പ്രാവശ്യം ടൂർ പോയപ്പോൾ മേടിച്ചു കൊടുക്കുന്നതായിരുന്നു. ഈ ഒരു ബാഗ് ഞാൻ ഒരിക്കൽ ചെറിയ കുട്ടിയാകുമ്പോൾ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഈ സാക്കോ അങ്ങനെ എന്തോണ്ട് പറയും ഇതിൽ. അപ്പോൾ അതും റിഫാൻ തന്നെ മേടിച്ചു കൊടുത്തൊരു സംഭവമാണ്. അവനൊരിക്കൽ ടൂർ പോയപ്പോൾ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ അലമാരിയിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടിരിക്കണേ. അലമാരി തുറന്നപ്പോൾ കാണുന്നത് അവൾ വരച്ച കുറേ ചിത്രങ്ങളാണ്. വരച്ച് സ്റ്റിക്കറാക്കിയ കുറേ ചിത്രങ്ങളാണ് ഇതെല്ലാം. ഇത് അവളെ കൂട്ടുകാരി വരച്ചു കൊടുത്താണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും അവൾ വരച്ചതാണ്. കുറേയൊക്കെ അവളുടെ ചാനലിലെ കഥാപാത്രങ്ങളാണ്. അതാണ് മോള്. ഈ ഒരു കള്ളിയിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ആ ഓർഗനൈസറിലേക്ക് മാറ്റണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പണി. ഇനി എല്ലാ ഐറ്റംസും നമ്മൾ കട്ടുമ്മലേക്ക് എടുത്ത് വെച്ചിട്ട് എന്നിട്ട് ഓരോന്ന് തരം തിരിച്ചിട്ട് ഓർഗനൈസറിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറേ സംഭവങ്ങളുണ്ട്. വള, മാല, മേക്കപ്പ് സെറ്റ്, ക്ലിപ്പ്, എല്ലാ സംഭവങ്ങളും, മണിപ്പേഴ്സ് വരെ ഉണ്ട്. പിന്നെ ഇതെല്ലാം മോളുടെ സാധനങ്ങളല്ലേ, അപ്പോൾ അവൾ തന്നെ അതെടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവളത് ഓരോന്നായിട്ട് ഓരോരോ കള്ളിയിൽ തരം തിരിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു കുഞ്ഞു മേക്കപ്പ് ബോക്സ് ആട്ടോ. ഈ ഒരു ഡ്രോയിൽ കുറച്ച് വാച്ചാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2-3 വാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ മാറിയിട്ട് അതൊക്കെ അവൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലാസ്റ്റത്തെ ഡ്രോയിൽ കുറച്ച് ഹെയർ ആക്സസറീസാണ്. അപ്പോൾ അതൊക്കെ പുതിയതാട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ കളിയിലേക്ക് എടുത്തു വെച്ചു. ഇപ്പോൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മുടെ അലമാരി തന്നെ വേറൊരു കള്ളിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കണ്ട ആ കള്ളിയില്ലേ, അതിലേക്ക് യൂണിഫോം എടുത്തു വെച്ച്. അതിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഹാങ്ങറുമ്പിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കള്ളി കിട്ടി. ലാസ്റ്റ് ലുക്ക് ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതല്ല ഇതിൻ്റെ ലാസ്റ്റ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ റൂമിൽ കർട്ടൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് അലമാരിയൊക്കെ മാറ്റിയിട്ടിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റി, കട്ടലിൻ്റെയും അലമാരിയുടെ ഒക്കെ പൊസിഷൻ മാറ്റി.
അപ്പോൾ ഇതാണ് അവളുടെ റൂമിൻ്റെ ന്യൂ ലുക്ക്. അപ്പോൾ അലമാര ഇതേ ഈ വശത്തേക്ക് ഇട്ടു, പിന്നെ മേശത അതിനരികിലായിട്ട് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ, ഇതാണ് നമ്മുടെ ഓർഗനൈസറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.